സ്വപ്നം കാണാത്തവരായി നമ്മൾ ആരാ ഉള്ളത്? കുഞ്ഞുനാളിലെ എത്രയോ രാത്രികളിൽ നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്നു. ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ട്. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്നു, സ്വപ്നം കാണുന്നവനെ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന്. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് അതിനുവേണ്ടി യത്നിച്ച ഒരു പുണ്യവതിയാ വിശുദ്ധ എവുപ്രാസ്യാമ. തൻ്റെ 9ാമത്തെ വയസ്സിൽ കന്യകാത്വം ദൈവത്തിന് പ്രതിഷ്ഠിച്ച് അവൾ തൻ്റെ സ്വപ്നത്തിലേക്കുള്ള, തൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിരമാലകളേക്കാൾ ശക്തമായി ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോഴും അവൾ ലക്ഷ്യം കൈവിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചും സക്രാരിയുടെ കാവൽക്കാരിയായി നിരന്തരം നിലകൊണ്ടും ലക്ഷ്യത്തിലേക്ക് അവൾ യത്നിച്ചു. വിതയ്ക്കുമ്പോൾ വിതക്കാരന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട്. ഭിത്തികളെല്ലാം നിറകതിരുകളായി വിളഞ്ഞു നിൽക്കുന്ന ഒരു സ്വപ്നം. പിന്നീടുള്ള അവന്റെ ചെയ്തികളെല്ലാം ആ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നനയ്ക്കുന്നതും വളമിടുന്നതും കളപറിക്കുന്നതുമെല്ലാം ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറു ദൂരം മാത്രം. അവസാനം തൻ്റെ മനസ്സിലുള്ള ആ സ്വപ്നം പാടത്ത് നിറകതിരുകളായി വിളഞ്ഞു നിൽക്കുമ്പോൾ ആ കർഷകന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഒരാത്മസംതൃപ്തിയുണ്ട്. തൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത് ഇവിടെയാണ് എന്ന്. വിശുദ്ധ എവുപ്രാസ്യാമയുടെ ജീവിതത്തിലും അവളുടെ ജീവിതവും അർത്ഥപൂർണമാകുന്നത് ഇപ്രകാരം അവൾ ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നമാണ്. ഈശോയുടെ സ്വന്തമാകണം, സ്വർഗം കട്ടെടുത്ത് അവിടുത്തെ സ്നേഹപ്രയസിയായി എന്നും നിലകൊള്ളണമെന്ന്. ഇത്തരമൊരു സ്വപ്നം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ ആവർത്തിച്ചു പറയുന്ന ഒരാശയമുണ്ട്. സഫലമാകാൻ തക്കവിധം ഒരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ ജീവിതം അർത്ഥപൂർണമാകുമെന്ന്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കൊരു സ്വപ്നം കാണാം. അതെ, സങ്കീർത്തനം 73:25, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങേയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ.